അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. പഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിലും ഒന്നാം ഗഡു തുക അനുവദിക്കാതെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്നതിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 1 ശനിയാഴ്ച 10 മണിക്ക് കരുളായി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് LDF നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കരുളായിലടക്കം മറ്റ് ഗ്രാമങ്ങളിലടക്കം തൊഴിലെടുത്ത് കഴിഞ്ഞ 2007 മുതലാണ് കേരളത്തിൽ ഇത് വ്യാപകമായി. അത്രയും വർഷം സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ വീടുകളിൽ അവൻ്റെ കുടുംബനാഥനോടൊപ്പം സാമ്പത്തികമായി അവരെ സഹായിക്കുന്ന ഒരു എന്താ പറയുക പദ്ധതിയായിട്ട് തൊഴിലുറപ്പ്. നമ്മുടെ വീട്ടമ്മമാർ, വൃദ്ധർ, അംഗവൈകല്യമുള്ള ആളുകൾ, ഏറ്റവും പ്രായമുള്ള ആളുകളൊക്കെ പണിയെടുത്തിരുന്ന ഒരു മേഖലയാണ്. അതിൻ്റെ വലിയ പ്രതിസന്ധി നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകും. ഇങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഇപ്പോൾ ആരോഗ്യ മേഖലയിലടക്കം സ്വകാര്യ മേഖലയ്ക്ക് നമ്മുടെ സർക്കാർ ആശുപത്രികൾ എന്താ വഴിമാറി കൊടുക്കുന്ന സമീപനമാണ് ആരോഗ്യം. സംസ്ഥാന വ്യാപകമായി LDF നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമാണിത്. പദ്ധതി വിഹിതം ലഭിക്കാത്തതിനാൽ വീട് റിപ്പയർ ചെയ്ത ഗുണഭോക്താക്കളും ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളും കടുത്ത ദുരിതത്തിലാണ്. വീട് റിപ്പയർ പ്രവൃത്തി പൂർത്തിയാക്കിയ കരുളായി പഞ്ചായത്തിലെ 36 ഗുണഭോക്താക്കൾ പണം ലഭിക്കാതെ പ്രയാസപ്പെടുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന്റെ പ്രവൃത്തി പാതി വഴിയിൽ നിൽക്കുന്നവരും ഒട്ടേറെയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ലഭിക്കാത്തതിനാൽ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാർ അനുവദിച്ച പെൻഷൻ പുതിയ സർക്കാർ വന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് 21 ലക്ഷം ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പദ്ധതിയാണ് നിർത്തലാക്കിയത്. ഈ വിഭാഗത്തിൽ കരുളായി പഞ്ചായത്തിൽ 2100 സ്ത്രീകൾക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ തകർക്കുന്നതും ജനക്ഷേമ നടപടികൾ നിർത്തലാക്കുന്നതുമായ UDF സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പത്രസമ്മേളനത്തിൽ LDF നേതാക്കളായ P ബാലകൃഷ്ണൻ, J രാധാകൃഷ്ണൻ മാസ്റ്റർ, ഹാരിസ് പനോലൻ, K മനോജ്, സിദ്ദീഖ് വടക്കൻ, P അബ്ദുൾ മജീദ് മാസ്റ്റർ, B വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു. N4 ന്യൂസ്, കരുളായി. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.